ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പുതിയൊരു ഫിഷിനെ എടുക്കാമെന്ന് ഓർത്താട്ടോ. പുതിയൊരു വീഡിയോ ചെയ്യാമെന്ന് ഓർത്താണ്. നമ്മുടെ മോൺസ്റ്റർ ഫിഷിലേക്ക് ഫിഷിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഏത് ഫിഷായിരിക്കും, ഏത് ഫിഷാണ് അവിടെ ഉള്ളതെന്നൊന്നും എനിക്കറിയില്ല. കടയിൽ ചെന്നപ്പോൾ കഴിഞ്ഞ ദിവസം സ്റ്റോക്ക് കുറവായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം എന്ത് മീനാണോ ഉള്ളത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് എടുക്കാം. ഞാൻ ക്യാറ്റ് ഫിഷ് ഉണ്ടോ എന്ന് നോക്കാനാണ് പോകുന്നത്. അപ്പോൾ ക്യാറ്റ് ഫിഷ് ഉണ്ടെങ്കിൽ നമുക്ക് അതായിരിക്കും നല്ലത്. ഉണ്ടെങ്കിൽ അതെടുക്കാം, ഇല്ലെങ്കിൽ വേറെ നമുക്ക് പറ്റുന്നതായിട്ടുള്ള ഫിഷിനെ നമുക്ക് എടുക്കാം. ഫിഷിനെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമുക്ക് കിട്ടിയത്. പിരാന ടൈപ്പ് ഫിഷാണ്. അപ്പോൾ നമുക്ക് അക്വേറിയത്തിലിട്ട് നോക്കാം. അക്വേറിയത്തിലിട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം. നമുക്ക് കിട്ടിയിരിക്കുന്ന പിരാന ടൈപ്പ് ഫിഷാണ്. അപ്പോൾ അത് ഞാൻ സെർച്ചൊക്കെ ചെയ്തപ്പം കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള ഫിഷാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് എങ്ങനെ ആവുമെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ നമുക്ക് കുറച്ച് നേരം അക്വേറിയത്തിൽ വെച്ച് നോക്കാം. ഒരു 15 മിനിറ്റ് ആ ടെമ്പറേച്ചറുമായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ മീനും വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അക്വേറിയത്തിൽ ഇടുവാണെങ്കിൽ വ്യക്തമായിട്ട് നമുക്ക് കാണുകയും ചെയ്യാമല്ലോ. അപ്പോൾ ടെമ്പറേച്ചർ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വണ്ടിയിലൊക്കെ ഇരുന്ന് വന്നതിൻ്റെ ഒരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവും. പല ഫിഷും നമ്മൾ ഡെഡായി പോകുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആവുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇപ്പോൾ കണ്ടാൽ തന്നെ അറിയാം കുറച്ച് സ്ട്രെസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് മീനുകൾക്കൊക്കെ. അപ്പോൾ അങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ നമ്മൾ റെഡി ആയിക്കോളും. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് 15 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനത് വെള്ളത്തിലേക്ക് ഇവരെല്ലാം തുറന്നു വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. ഒരു ഷാർക്കൊക്കെ പോലെ തന്നെ ഒരു ഇതാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത്. നോക്കുമ്പോൾ ഒരു റെഡിഷ് കളറൊക്കെ കയറി വന്നിട്ടുണ്ട്. പിന്നെ പിരാന ടൈപ്പ് ഫിഷ് ആയതുകൊണ്ടും നട്ടർ എന്നാണ് നമ്മൾ സാധാരണ ഇവിടെ പറയുന്നത്. പിരാന ടൈപ്പ് ഫിഷാണ്, പല്ലൊക്കെ ഉണ്ട് ഇവന്മാർക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിനെ കൊണ്ടുപോയിട്ട് കുളത്തിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ കടിക്കുമോ, ഇപ്പോൾ ഗൗരാമീനെയൊക്കെ കടിക്കുമോ എന്നുള്ളതിൻ്റെ ഒരു ഇത് നമുക്കുണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ആവുമെന്ന് അറിയത്തില്ല. ഇങ്ങനെ കണ്ടോ, ഇതിനകത്ത് ഞാൻ സൈസ് നോക്കിയപ്പോൾ ഗൗരാമീനേക്കാളും സൈസുണ്ട് ഇവർക്ക് ഇപ്പോൾ തന്നെ. അപ്പോൾ അവരുടെ കൂടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ആവുമെന്ന് അറിയത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു ഫിഷിനെ കൊണ്ടുവന്നിട്ട് ഡയറക്റ്റ്ലി നമ്മൾ ഒരിക്കലും ഒരു പോണ്ടിലേക്കൊന്നും ഇറക്കി വിടാറില്ല ഒരു സാധനം പോലും. നമ്മളെപ്പോഴും ഒരു ക്വാറൻറ്റൈനിൽ വെച്ചിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇവരെ ഒരു കുറേ ദിവസം നമ്മൾ ഒന്ന് ഒബ്സർവ് ചെയ്ത് ഉണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ പല ഫിഷ് ഷോപ്പിൽ നിന്നൊക്കെ എടുക്കുന്നതാണ്. അപ്പോൾ അവർക്ക് ഫംഗസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മീനുകൾക്കൊക്കെ പിടിക്കും. നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ ഗ്രോ ചെയ്ത് കൊണ്ടിരുന്ന ഫിഷുകളുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് അവരുടെ കൂടെ ഇവരെ മിങ്കിൾ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. നമ്മൾ 2-3 ദിവസം ഇവരെ ക്വാറൻറ്റൈനിലൊക്കെ ഇടും. പിന്നെ നമുക്ക് ഫിൽറ്ററൊക്കെയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതെല്ലാം ഞാൻ അഴിച്ചു വെച്ചേക്കുമായിരുന്നു. ഗൗരാമീനെ നമ്മൾ പോണ്ടിലേക്ക് മാറ്റിയാൽ പിന്നെ ഒന്നും ഉപയോഗിക്കാതെ വെച്ചേക്കുമായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് പിടിപ്പിച്ചൊക്കെ കൊടുത്ത് കുറച്ച് ദിവസം നമുക്ക് ഇവരെ ഒന്ന് ഒബ്സർവ് ഒക്കെ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ ഫുഡുമായിട്ട് പെല്ലറ്റ് ട്രെയിൻഡ് ആണോ എന്നൊന്നും നമുക്കറിയത്തില്ല. പുതിയതായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള കുഞ്ഞുങ്ങളായതുകൊണ്ട് ഇവരെ നമ്മുടെ ഇനി നല്ല രീതിയിൽ ട്രെയിൻഡ് ആക്കി എടുക്കേണ്ടി വരും കേട്ടോ. കാണാനൊക്കെ നല്ല രസമുണ്ട്. പക്ഷേ ഇവന്മാർക്കൊരു ഒരു വലിയൊരു മോൺസ്റ്റർ സ്വഭാവമുണ്ട്. എങ്ങനെയാവുമെന്ന് അറിയത്തില്ല. നമുക്ക് വേറെ മീനിൻ്റെ കൂടെ ഒന്നും ഇടാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അതാണൊരു പ്രശ്നം ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് എങ്ങനെയാണോ കുറച്ച് ദിവസം നമ്മൾ ഇവരെ ഒന്ന് അക്വേറിയത്തിൽ തന്നെ കീപ്പ് ചെയ്യാനാട്ടോ പ്ലാൻ. അപ്പം അങ്ങനെ നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് നമ്മുടെ പെല്ലറ്റ് നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്നത്. അപ്പോൾ അത് കുറച്ച് ഇവന്മാർക്ക് ഇട്ട് കൊടുത്ത് നോക്കാം. കണ്ടോ, പെല്ലറ്റൊന്നും എടുക്കുകയൊന്നും ഇല്ല. ഒരു 2 ദിവസമൊക്കെ ഇനി ഫുഡ് എടുക്കാതെ ഇങ്ങനെ എടുക്കും. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓരോന്ന് ഫുഡ് എടുക്കാറുള്ളൂ. പെട്ടെന്ന് കൊണ്ടുവന്ന് ഫുഡ് എടുത്തത് എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ളതിൽ ഏതാ, ഗൗരാമി തന്നെയാണെന്ന് തോന്നുന്നു നമ്മുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് കൊണ്ടുവന്ന് ഇഷ്ടപ്പം തന്നെ ഫുഡ് എടുത്ത്. പിന്നെ നമുക്കിനി നമ്മുടെ മോൺസ്റ്റർ പോണ്ടിൻ്റെ അങ്ങോട്ട് പോകാം കേട്ടോ. ഇതാണ് നമ്മുടെ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തതാണ്, കാണാത്തവരുണ്ടെങ്കിൽ കാണണം. അതായത് ഇത് വലയിട്ട് വിട്ടതുകൊണ്ട് നെറ്റിൻ്റെ മുകളിൽ ഇലയും കാര്യങ്ങളൊക്കെ ചാടിക്കിടക്കട്ടെ, ഇല്ലേ അതൊക്കെ കംപ്ലീറ്റ് കുളത്തിനകത്തേക്ക് ചാടി പോകും. നമ്മൾ പിന്നെ ഇറങ്ങി പറക്കേണ്ടി വരും. അപ്പോൾ അത് നെറ്റിട്ട് കൊടുത്തത് നന്നായി കേട്ടോ. പിന്നെ നമ്മുടെ വാട്ടർ ലിറ്റ്യൂസാണ്, അതിനടിയിൽ കയറിയവന്മാർ ഒളിച്ച് നിൽക്കും. ഇവർക്ക് നമുക്ക് ഫീഡ് കൊടുത്ത് നോക്കാം കേട്ടോ. അവർക്ക് പെല്ലറ്റ് തന്നെയാണ് നമ്മൾ പൊടിച്ചാണ് ഇട്ട് കൊടുക്കാറ്. അപ്പം അങ്ങനെ പെട്ടെന്നൊന്നും എടുക്കുന്നൊന്നുമില്ല കേട്ടോ. അക്വേറിയത്തിൽ കിടന്ന പോലെ അല്ല, അപ്പോൾ അവരുടെ നേച്ചറൊക്കെ മൊത്തം മാറി. അപ്പം നമുക്ക് ആ നെറ്റൊന്ന് മാറ്റി നോക്കാം കേട്ടോ. നെറ്റൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് നമുക്ക് നോക്കാം അവർ ഇതിനകത്തുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇതിനകത്തുണ്ട്. അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് നോക്കാം. നെറ്റിട്ട് കൊടുത്തില്ലെങ്കിൽ ഒന്നും കാണില്ല കേട്ടോ. പൊന്മാനുണ്ട്, പിന്നെ ചേര, പാമ്പും എല്ലാം ഉണ്ട്. ഇവരെല്ലാം ഇതിനകത്ത് ആയിരിക്കും മൊത്തം. പിന്നെ ഇത് നമ്മുടെ വാട്ടർ ലിറ്റ്യൂസ് ആട്ടോ. അവർക്ക് പുതിയ തൈയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടേ. പിന്നെ ഒരു വലിയ വാട്ടർ ലിറ്റ്യൂസ് അതിനകത്ത് കിടപ്പുണ്ട്. ഇതുണ്ടോ, ഇതിനടിയിൽ കയറി ഇവന്മാർ ഒളിച്ചിരിക്കുന്നത്.
അതാണ് അവരുടെ മെയിൻ ഹൈഡിങ് സ്പോട്ട് എന്ന് പറയുന്നത്. പിന്നെ അവിടെ കയറി ഇങ്ങനെ ഒളിച്ചിരിക്കും. അപ്പോൾ കണ്ടോ, ഇത്രയും വലുതാട്ടോ നമ്മളെ. അതിൻ്റെ കൂടെ ഗൗരാമി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ കണ്ടത് ഇതാണ് നമ്മളെ പോകുന്നുണ്ട്, അതിൽ പോകുന്നുണ്ട് അവന്മാർ. നമ്മുടെ അടുപ്പം അക്വാറിയത്തിൽ കിടന്ന ആ ഒരു ഇണക്കം ഇല്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ കണ്ടിന്യൂസ് നമ്മളിവിടെ വന്ന് ഫുഡൊക്കെ കൊടുത്ത് നമ്മളുള്ള ഇണക്കം അതുകൊണ്ട് ട്രെയിൻ ചെയ്ത് എടുക്കേണ്ട ഒരു ആവശ്യമുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതെല്ലാം ഫുഡെല്ലാം കൊടുത്ത് നമ്മളിനി റെഡിയാക്കി എടുത്തുകൊണ്ട് വരും. ഇപ്പം നമുക്ക് ഇതിലേക്ക് കൊണ്ടുവന്ന് ഡയറക്റ്റ് പിരാനാനെ ഇറക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊന്ന് നോക്കട്ടെ. ഇപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയണം, ഇവരുടെ കൂടെ ഇട്ടാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ. ഇപ്പം നമ്മൾ ഡയറക്റ്റ്ലി ഒരു 7 ദിവസം ഒരു 3-4 ദിവസമെങ്കിലും ക്വാറന്റൈനിൽ മിനിമം വയ്ക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ വാട്ടർ ലൈറ്റ്യൂസ് കേട്ടോ. അതെടുത്ത് ഞാൻ ആ വലയുടെ മുകളിലിട്ടാണ്. കണ്ടോ, ഇത്രയും വലുതാണ്. ഇതാണ് അവന്മാരുടെ മെയിൻ ഹൈഡിങ് സ്പോട്ടാണ്. അതിൻ്റെ അടിയിൽ പോയി ഇരുന്നോളും. ഇഷ്ടംപോലെ ആവും കേട്ടോ, കുളം നിറയെ ആവും അത്. നമുക്കത് തിരിച്ച് അതിനകത്തേക്ക് തന്നെ വെച്ചേക്കാം, അവരതിനകത്ത് ഇരുന്നോട്ടെ. പുതിയൊരു അന്തരീക്ഷമായതുകൊണ്ട് അവർക്കൊരു പേടിയുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലുള്ള കുളത്തിൻ്റെ അങ്ങോട്ടൊന്ന് പോയി നോക്കാം കേട്ടോ. ഇവർക്ക് പിന്നെ ഒരു പേടിയും കാര്യങ്ങളും ഒന്നുമില്ല. ഞാൻ ജസ്റ്റ് ഫുഡ് പെല്ലറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി വരുവാണേ. ഇത് കണ്ടോ, എല്ലാവരും കൂടി വന്ന് രാവിലെ ഫുഡ് കൊടുത്തോണ്ടല്ലേ ഇതിൽ കൂടുതൽ വരും. കുറച്ച് മഴയൊക്കെ ഉള്ളതുകൊണ്ട് വലയിലൊക്കെ ഓരോ ഇലയും കാര്യങ്ങളൊക്കെ ചാടിക്കിടക്കുന്നത് എടുത്ത് മാറ്റിയാലും വീണ്ടും വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ. നമുക്കിതിൻ്റെ നെറ്റൊന്ന് മാറിയിടാറായി. നെറ്റൊന്ന് മാറിയിടണം. പിന്നെ നമുക്കൊരു ആമ്പൽപ്പൂവും അവിടെ വിരിഞ്ഞ് നിൽപ്പുണ്ട് കേട്ടോ, കാണിച്ചു തരാം. പിന്നെ ഇതുണ്ടോ, അത് നെറ്റിൻ്റെ മുകളിൽ കൂടെ ഇടയിൽ കൂടെ കയറി വരും. ചിലതൊക്കെ നെറ്റിന് അടിയിൽ തന്നെ നിൽക്കും. നെറ്റ് ഒരിക്കലും എടുത്ത് കളയാൻ പറ്റത്തില്ല. പൊന്മാൻ്റെയൊക്കെ നല്ല ശല്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്നാണ് നമ്മൾ നെറ്റ് എടുക്കാത്തത്. ഇത് നമ്മുടെ വർഷങ്ങളായിട്ടുള്ള ഒരു ആമ്പലാണ് കേട്ടോ. ഇഷ്ടംപോലെ എല്ലാ ദിവസവും തന്നെ പൂവുണ്ടാവുന്നുണ്ട്. ഇത് മഴയൊക്കെ ആയതുകൊണ്ട് ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളും ഉണ്ടാകുന്നുണ്ട് കേട്ടോ. റെഡിൻ്റെ കുഞ്ഞുങ്ങൾ ഇഷ്ടംപോലെ ഇറങ്ങുന്നുണ്ട്. അവരുടെ കാര്യം അത് അങ്ങനെ. പിന്നെ നമ്മൾ പോണ്ടിൻ്റെ സൈഡിൽ ഒരു ചെടി നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, കലാത്തിയ കേട്ടോ. ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നു. അപ്പോൾ വലുതായപ്പോൾ ചട്ടിയിൽ നിന്ന് ഞാൻ മാറ്റി നട്ടതാണേ. അപ്പോൾ അതും പോണ്ടിൻ്റെ സൈഡിൽ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വലുതായി വരുന്നുണ്ട് കേട്ടോ. ഇതതിൻ്റെ ഒരു കുഞ്ഞായിരുന്നു. രണ്ടുപേരെയും കൂടി അടുപ്പിച്ചുകൊണ്ട് നട്ടു. അപ്പോൾ അത് വളർന്നു വരുമ്പം നല്ലൊരു രസമായിരിക്കും. അതുകൊണ്ട് അതങ്ങ് വെച്ച് കൊടുത്ത്. പിന്നെ കറങ്ങിത്തിരിഞ്ഞ് ഉമ്മാരുടെ അടുത്ത് തന്നെ വന്നു. അവർ ഫുഡ് എടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ. അവർ മൊത്തത്തിൽ ഇങ്ങനെ പേടിച്ച് നിൽക്കുവാണ്. അതിപ്പോൾ എന്തായാലും കുറച്ച് ദിവസത്തേക്ക് അങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒന്നും കഴിയില്ല. ഇവരെ നമ്മളൊരു 3-4 ദിവസത്തേക്ക് അക്വാറിയത്തിൽ തന്നെ സൂക്ഷിക്കുക കേട്ടോ. നമ്മൾ പോണ്ടിൽ കൊണ്ടിടുന്നില്ല. എങ്ങനെ ആവുമെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് നമുക്ക് പോണ്ടിലേക്ക് ഇടാവേ. അപ്പോൾ ഓക്കെ, ബൈ ഫ്രണ്ട്സ്.